ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ രാവിലെകൾ ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് തുടങ്ങാറ്. നമ്മുടെ കുഞ്ഞുമണി ഇതാ എണീറ്റ് വരുന്നേ ഉള്ളൂ. നമ്മുടെ തുമ്പിമണി ഇത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. തുമ്പമ്മ ഇന്നലെ രാത്രി നമ്മുടെ കൂടെയായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും അമ്മയുടെ അച്ഛൻ്റെ കൂടെ കിടക്കണമെന്ന്. അല്ലാത്തപ്പോൾ കോൾ അമ്മമ്മ മതി കേട്ടോ. പിന്നെ ആ വാതിൽക്കൽ നിൽക്കുന്ന രൂപം ആരാന്നറിയോ? എൻ്റെ അമ്മമ്മയാണ്. രാവിലത്തെ ഒരു ഫുഡ് അടിയുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇതാ തുമ്പി അല്ലൂട്ടനൊക്കെ എണീറ്റു. വൈശാഖേട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. തുമ്പിക്കും അല്ലൂട്ടനും ഇവിടെ അമ്മമ്മ ഓരോ കഥയും കാര്യങ്ങളും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തീറ്റിക്കും രാവിലെ ആകുമ്പോൾ കേട്ടോ. മക്കൾക്ക് കഞ്ഞി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പഴം വാട്ടിയതും ബുൾസയും പിന്നെ ബൂസ്റ്റുമാണ് എനിക്ക് രാവിലത്തെ ഭക്ഷണം കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതിൻ്റെ മുന്നത്തെ ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. റീനമ്മേൻ്റെ സ്പെഷ്യൽ പൂരിയാണ്. ചൂടോടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയം ഞാൻ പോയി നോക്കുമ്പോൾ അച്ഛനും മക്കളൊക്കെ കൂടെ അമ്മച്ചൻ്റെ റൂമിൽ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്മച്ചന് പ്രഷർ നോക്കണം. കാരണം കഴിഞ്ഞ ദിവസം എന്തോ പ്രഷർ വേരിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രഷറിൽ എന്തോ ഒരു വേരിയേഷൻ ഉള്ള പോലെ എനിക്ക് നോക്കണം എന്നൊക്കെ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ പറയുമ്പോൾ ഞാൻ വേഗം നോക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നോക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ പ്രഷർ ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ നോക്കുമ്പോൾ 2-3 ദിവസമായിട്ട് മൂപ്പര് മെഡിസിൻ ഒന്നും എടുക്കാതെ ഇരിക്കുകയാണേ. അപ്പോൾ അതിന് ചീത്തയൊക്കെ പറഞ്ഞ് ഇന്നിട്ടൊരു മെഡിസിൻ കറക്റ്റ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പുണ്ടല്ലോ, ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രഷർ മോണിറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു നോക്കൂ ഗൈസ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ബ്ലഡ് പ്രഷർ മോണിറ്ററാണ് കേട്ടോ ഇത്. അഗാരോ ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ TMB 2283. ഞാൻ ആദ്യം ഇതിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലഡ് പ്രഷർ മോണിറ്റർ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കഫ് വരുന്നുണ്ട്. കഫിനെ മോണിറ്ററായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയർ ഹോസും, അത് എയർ കണക്ടർ പ്ലഗിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൽ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിൽ പിൻവശത്താണ് ബാറ്ററി കവർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാറ്ററീസ് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യേണ്ടത്. AAA ബാറ്ററീസ് ആണ്. അങ്ങനെ 4 ബാറ്ററീസ് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവലും കൂടെ ഉണ്ട്. 2 ഇയർ വാറണ്ടിയും അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പ്രഷർ, പൾസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ കാണുന്ന പോർഷനാണ് ഡിജിറ്റൽ LCD ഡിസ്പ്ലേ. അവിടെയാണ് നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ കാണിക്കുക കേട്ടോ. ഇതിനൊരു പവർ ബട്ടൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഇതാണ് യൂസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെമ്മറി ബട്ടൺ കേട്ടോ. 2x99 മെമ്മറി സ്റ്റോറേജ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് സെറ്റ് ബട്ടൺ ആണ് കേട്ടോ. ഒരു 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡേറ്റും ടൈമും ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. 2x99 മെമ്മറി സ്റ്റോറേജ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോണിറ്റർ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ബട്ടണിൽ ഷോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ യൂസർ ID സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ, അതുപോലെ പൾസ് റേറ്റും ആണ്. നെക്സ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഈ കഫ് എങ്ങനെ വെയർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ആം ഈ ഒരു പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യാം. അതും അപ്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻ ആർട്ടറീൻ്റെ ഡയറക്ഷനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മെയിൻ ആർട്ടറിക്ക് പാരലൽ ആയിട്ട് വേണം ഈ കഫിലെ ഈ ട്യൂബിലെ എയർ ഹോസ് അത് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ ആർട്ടറി ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മാർക്ക് അത് കറക്റ്റ് ആർട്ടറിൻ്റെ ഡയറക്ഷനിൽ തന്നെ സെറ്റ് ആവണം കേട്ടോ. അതുപോലെ നമ്മൾ ഈ കഫ് വെയർ ചെയ്യുന്ന സമയത്ത് അധികം ടൈറ്റ് ആവാനോ അല്ലെങ്കിൽ അധികം ലൂസ് ആവാനോ പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൽബോന്ന് 2 to 3 സെൻറ്റിമീറ്റർ എബോവ് ആയിരിക്കണം കഫിൻ്റെ ലോവർ എഡ്ജ്. അതുപോലെ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂസിൽ വേണം നമ്മളിത് വെയർ ചെയ്യാൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ, അപ്രൈറ്റ് പൊസിഷനിൽ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബെഡിൽ കിടന്നിട്ട് നേരത്തെ ഞാൻ എങ്ങനെയാണോ നോക്കിയത് നിങ്ങൾ കണ്ടതല്ലേ, അതുപോലെ നമുക്ക് സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ജസ്റ്റ് ആ പവർ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റീഡിങ് കണ്ടു തുടങ്ങും കേട്ടോ. ഫസ്റ്റ് സിസ്റ്റോളിക് പ്രഷർ, പിന്നെ ഡയസ്റ്റോളിക് പ്രഷർ, പൾസ് റേറ്റ്, ഇത്രയും റീഡിങ്സ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു ലോ BP പേഴ്സൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് BP കുറച്ച് കുറവാണ്. അത് കൂടുതലാണ് എനിക്ക് ഇതിൻ്റെ കെട്ടിയോ മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം. നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മാത്രമല്ല നമുക്ക് പോർട്ടബിൾ ആണ്. ഹൈ BP, ലോ BP ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അമ്മച്ചന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, പോയി പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. രാവിലത്തെ പാല് കുടിക്ക് ശേഷം മൂപ്പര് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവിടുന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വാവേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ വേഗം അവന് കുളിച്ച് കഴിഞ്ഞ് വന്ന പാടും തന്നെ ഡ്രസ്സ് മാറ്റാനുള്ളത് ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അവൻ ഈ മുഖത്ത് മുത്താച്ചി പൊന്തുക എന്ന് പറയില്ലേ, ചില ആൾക്കാർ മുതിര് പൊന്തുക പറയുന്നു തോന്നുന്നു അല്ലേ, കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സംഭവം പൊന്തിയുണ്ട്, ചെറിയൊരു റെഡിഷ് ഒരു റാഷസ് പോലെ വരുന്നില്ലേ, അത് കോമൺ ആണ്. പക്ഷെ നമ്മൾ അതിൽ ഓയിലും കാര്യങ്ങളും ക്രീമും ഒന്നും അങ്ങനെ തേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മേലൊന്നും ഇല്ല, മുഖത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുഖത്ത് മാത്രമേ ഞങ്ങൾക്ക് ക്രീം യൂസ് ചെയ്യാറില്ല കേട്ടോ. ബാക്കി സെബാമെഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഓനാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റിട്ട് വരുന്ന സമയത്ത് ഓൻ്റെ മുഖത്ത് കുളിച്ചോ കഴിഞ്ഞാൽ നന്നായിട്ട് അത് വിസിബിൾ ആവും കേട്ടോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താവും എന്ന് വെച്ചാൽ ഇതൊക്കെ ഫെയ്ഡായിട്ട് ആ റെഡിഷ് കളറൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇടയ്ക്ക് നല്ലോണം പൊന്തി പോലെയും തോന്നും, ഇടയ്ക്ക് നല്ലോണം കുറഞ്ഞ പോലെയാണ് തോന്നാറ്. ചില സമയമേ മരുന്ന് കഴിക്കാൻ വേണ്ടി ഞാനങ്ങ് മറന്നു പോകും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കേണ്ടതാണ്, ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കഴിക്കേണ്ടായിരുന്നു. പക്ഷേ എന്നോട് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വേഗം അതെടുത്ത് കഴിച്ചു കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, എൻ്റെ മനസ്സമാധാനത്തിൽ. കാരണം മെഡിസിൻ സ്കിപ്പായപ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാനിപ്പോഴും കാൽഷ്യം അയേൺ ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തൈറോയിഡിൻ്റെ മെഡിസിൻ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് പയ്യെ കുറയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്നോട് കഴിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മരുന്ന് കഴിച്ചു. അവനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവൻ കുളിക്കണം കാണാൻ, കുളിച്ചും കാണാൻ എന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ചേട്ടൻ അവിടെ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് വീടിന് ചുറ്റും സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലൂസ് വീട്ടിൽ നിന്ന് സൈക്കിളൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഞാനും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അമ്മയുടെ സ്പെഷ്യൽ പൂരിയും ഗ്രീൻ പീസ് കറിയാണുള്ളത്. വൈശാഖേട്ടൻ എന്താ വേഗം കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെ കാത്തുനിന്ന് കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചോ, കാരണം എനിക്ക് എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാതെ വന്നിട്ട് കാര്യമില്ല. കാരണം ഞാനിത് കഴിക്കുമ്പോഴത്തേക്ക് മോൻ കൂളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവനെ ഫീഡ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ ചൂടോടെ ഇങ്ങനെ പൂരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത്, അങ്ങനെ മെഡാന്ന് അടിച്ചു ഞങ്ങൾ രണ്ടുപേരും. ആ മുഖത്തോട്ടൊന്ന് നോക്കി, എന്തൊക്കെ ഭാവമാണ് മിന്നി പറയുന്നത്. അവളുടെ ഡാഡിയുമായിട്ട് പിണങ്ങിയതാണ് കേട്ടോ. അച്ഛനോടൊന്നുമില്ല, ആരോടാണെങ്കിലും പിണക്കം ഞങ്ങൾക്ക് ഫസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കോലൊന്ന് നോക്കിയതാണ്. ഇന്ന് എല്ലാവരും കാണിക്കുന്നുണ്ട് ഞാനിതിലുണ്ടെന്ന് എനിക്കൊരു ഉറപ്പ് വരുത്തുന്നതിന് ഞാൻ എപ്പോഴും പറയാറില്ലേ ദിക്കോട്ട്. അമ്മ അവിടെ അവന് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം കഴിക്കട്ടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്, കണ്ടോ മുഖത്ത് നല്ലോണം ഇല്ലേ ഇപ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേ ഇത് ഫെയ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാവിലെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. അത് ഒരു ദിവസം പോകണില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്ന് മോൻ്റെ 27ാമത്തെ ദിവസമാണ് കേട്ടോ. അതായത് ശരിക്കും നമ്മളിവിടേക്കൊക്കെ 28 നടത്തുക പറയില്ലേ, ആൺകുട്ടികൾക്ക് 27 തോന്നുന്നു. അങ്ങനെയൊക്കെ ഞാൻ കേട്ടു, എനിക്ക് സത്യമാണോന്നൊന്നും അറിയില്ല കേട്ടോ, അങ്ങനെ തന്നെയാണോ എന്നൊന്നും. കാരണം അല്ലുട്ടൻ്റെത് കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തുമ്പിമോളുടേത് എൻ്റെ അച്ഛൻ മരിച്ച സമയമായതുകൊണ്ട് അതും അധികം അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോൻ്റെ 28 നമ്മൾ നടത്തുന്നില്ല, ഈ വാവയുടെ ഓക്കെ മൂന്നാമത്തെ ആളുടെ നമ്മൾ പിന്നെ 28 നടത്തുന്നില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, വാവ ശരിക്കും വരേണ്ട ഡേറ്റ് ജൂൺ 18 പക്ഷേ അവനെ ഞാൻ പ്രസവിക്കുന്നത് മെയ് 25 സോ ഒരു ഇച്ചിരി ദിവസം മുന്നേ ആയിരുന്നല്ലോ. പിന്നെ NICUവിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടല്ലോ. അത് മാത്രമല്ല എനിക്ക് സിസേറിയനും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേബിളായിട്ട്, അതായത് വാവയും ഞാനും ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് 28 നൂലുകെട്ട് നടത്താം. അപ്പോൾ 56 നടത്താം എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മളുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ 28 നമ്മൾ ഇപ്രാവശ്യം നടത്തുന്നില്ല, 56 നടത്തുന്നത്. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ തുമ്പമ്മ ഇപ്പോൾ ഈ ഇരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഓളെ ഒരുക്കി കൊടുക്കണം, ഓക്കെ ഒരുങ്ങണം ഗൈസ്. തലേ ദിവസം മുടിയൊക്കെ വെട്ടി വന്നതാണ്, മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവളുടെ. അങ്ങനെ നമ്മളിതാ അവളെ ഒരുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷേ കുറേ സമയത്തേക്ക് ഓളെ ഒരുക്കാൻ പറ്റില്ല. ഞാൻ ഒരുക്കാനൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴത്തേക്ക് ഓൾ എന്തെങ്കിലുമൊക്കെ തിന്ന് മുഖത്താക്കി വരുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് ശ്രീമതിയേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. ശ്രീമതിയേച്ചി നിങ്ങൾക്കൊക്കെ അറിയോ, വൈശാഖേട്ടൻ്റെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ അയൽവാസി അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഫ്രണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മുടെ ചിന്നുവിൻ്റെയും മോളിച്ചേച്ചിൻ്റെയും ഒക്കെ അമ്മയാണ്. ഒരു 2 ആളും അമ്മയോട് പറഞ്ഞു, അമ്മ ഒറ്റയ്ക്ക് പോവരുത്, വാവേനെ കാണാൻ ഞങ്ങളൂടെ വരട്ടേന്ന്. പക്ഷേ അവരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ മമ്മി ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. എന്നോട് ഒരു 10 വട്ടം പറയുകയും ചെയ്തു, അയ്യോ ചിന്നു മോളി പറഞ്ഞാൽ എന്നെ കൊല്ലോ, ഒരിനോട് പോവല്ലേ, ഞങ്ങൾ വന്നിട്ട് പോവാന്ന് പറഞ്ഞതാണെന്ന്. അമ്മമാർക്കല്ലേ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റൂ. അതാ വേറൊരുത്തി പോകുന്ന എൻ്റെ മമ്മി. അപ്പോൾ ശ്രീമതിയേച്ചി അമ്മച്ചൻ്റെ വർത്താനം പറയാൻ പോയതാണ് കേട്ടോ. പിന്നെ ശ്രീമതിയേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശാവർക്കറാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചൻ അവിടെ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ ഒരു നോക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തേക്ക് ഒരു ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി വന്നു. ഒരു കുഞ്ഞ് ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കൊന്ന് തോരും, ഇടയ്ക്കൊന്ന് മഴ പെയ്യും, ഇടയ്ക്കൊന്ന് തോരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ?
ബൈ ദ ബൈ ഇടയ്ക്ക് ഞാൻ വന്ന് പുറത്ത് മഴയൊക്കെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ അതേപോലെ അകത്തേക്ക് തന്നെ പോകും. ഈ അകത്ത് തന്നെ ഇരിക്കണോണ്ടേ പുറത്തെന്താ നടക്കണമെന്ന് അറിയുന്നില്ലാന്നേ. പിന്നെ ഫോണുള്ളതുകൊണ്ട് നാട്ടിലെന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഇവനോട് ഇതാ അവൻ്റെ അമ്മമ്മ എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. മൂപ്പർ അതൊക്കെ കേട്ടു ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ രാവിലത്തെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർ കുറച്ച് ആക്റ്റീവാണ്. പിന്നെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അമ്മേ എന്നൊരു പോക്കാം. ഞാൻ ഇവനോട് ഇടയ്ക്ക് ചോദിക്കും, നിനക്ക് ഞാൻ വല്ല കഞ്ചാവ് ആണോടെ ചക്ക കലക്കി തരുന്നത്? കാരണം കുറച്ച് നേരം കുടിക്കുമ്പോഴത്തേക്ക് മൂപ്പര ബോധം പോയിണ്ടാവും. ബൈ ദ ബൈ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പനിയിലിട്ടപ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ. നമ്മുടെ കുഞ്ഞുവാവയെ ഇന്ന് തൊട്ടിൽ കിടത്താനുള്ളൊരു പ്ലാനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ഒരു സംശയം, ഇവൻ അപ്പിയിട്ടുണ്ടോന്ന്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും, ഇട്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് ഇതാ ഉഷമ്മയും പാച്ചച്ചനൊക്കെ വന്നിട്ടുണ്ട്, അശ്വിനി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചടങ്ങ് അങ്ങനെയൊന്നല്ല, അങ്ങനെ ഒരു ചടങ്ങുണ്ടോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 15-നാണ് ഇവിടേക്ക് തൊട്ടിൽ കെട്ടാറ്. അല്ലൂസിന് 15-നാണ് കെട്ടിയിരിക്കുന്നത്. തുമ്പിക്ക് അങ്ങനെയാണ്. പക്ഷേ തുമ്പി അധികം തൊട്ടിൽ കിടന്നിട്ടേ ഇല്ല. കുട്ടി ഭയങ്കര പേടിത്തൊണ്ടത്തിയായിരുന്നു. അല്ലൂസ് 2.5 വയസ്സ് വരെയും തൊട്ടിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീമതിയേച്ചിയും പോകുന്ന കാര്യം ബ്ലോക്കായി. ഇവരെല്ലാവരും കൂടെ വന്നതുകൊണ്ട് ശ്രീമതിയേച്ചിനെ നമ്മൾ വിട്ടില്ല. അങ്ങനെ അച്ചമ്മയും അച്ചച്ചനും ശ്രീമതിയേച്ചിയും ഒക്കെ കൂടെ പുറത്ത് ഇതാ അവിടെ നിന്നിട്ട് ചെക്കൻ എന്തൊക്കെയോ ആംഗ്യവും കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരോട്. അപ്പോൾ അവരെല്ലാവരും കൂടെ പുറത്ത് ഇങ്ങനെ വർത്താൻ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴും ഇത് ബൈ ദ ബൈ ഞാൻ പറയട്ടെ, ഇന്ന് ഒരു ചടങ്ങ് പോലെയല്ല. ലൈക്ക് നമ്മൾ തൊട്ടിലൊന്നും ഇടുന്നു, കാരണം 28 നമ്മൾ തൊട്ടിലൊന്നും കിടത്തിയില്ലല്ലോ. 15-ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അമ്മമ്മ പറയണേ കേട്ടു. എന്തോ തൊട്ട് കരി എഴുതുന്നോ പിന്നെ തൊട്ടിൽ കെട്ടുന്നോ ഒക്കെ 15-നാണ് ശരിക്കും ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 27 ഇന്ന്. നാളെ നമുക്ക് ഈ ഒരു സംഭവം നടത്താൻ പറ്റില്ല ചില സാഹചര്യങ്ങളാൽ. അതെന്താണെന്നുള്ളത് വഴിയെ നിങ്ങളറിയും. അപ്പോൾ ഇന്ന്, അതായത് സൺഡേ നമുക്ക് നടത്താമെന്ന് പ്ലാനിട്ട് അങ്ങനെയാണ്. അപ്പോൾ അമ്മേനോടും അച്ഛനോടും വരാൻ പറഞ്ഞു. പിന്നെ അശ്വനി ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ ഓളും വന്നിട്ടോ. അങ്ങനെയാണ്. പിന്നെ ശ്രീമതിയേച്ചി എന്താ പറയുക, അപ്രതീക്ഷിതമായി വന്നെത്തിയത് കൊണ്ട് അങ്ങനെ ഒരാളും കൂടെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്ന്. അങ്ങനെ നമ്മളിതാ തുമ്പമ്മേനെ സുന്ദരിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തുമ്പമ്മ സുന്ദരിയായില്ലേ? ഇങ്ങനെ ഒരുങ്ങാനും മുടി കെട്ടാനൊക്കെ തുമ്പിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അതിന് വേണ്ടി എത്ര മണിക്കൂർ വേണമെങ്കിലും എൻ്റെ കുട്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ അല്ലൂസിന് അങ്ങനെയല്ല. അല്ലൂസിന് എവിടെയും പോകണമെങ്കിൽ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കണം, എന്നാലേ മൂപ്പർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഔപചാരികമായി നമ്മൾ തൊട്ടിൽ നമ്മൾ വാവിനെ കിടത്തുകയാണ്. അപ്പോൾ തൊട്ടിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അച്ഛനെന്താ പള്ളിയിലച്ഛനൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഈ ഒരു ബെഡ് ഉണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തൊട്ടിലിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു ബെഡ് പോലത്തെ സംഭവമാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ബെഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു അഡാർ ഐറ്റം തന്നെയാണ് ഈ ഒരു തൊട്ടിൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആരെയും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഈ പേജ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. സംഭവം ഈ ക്രാഡിൽ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ പറയുക, ഒന്ന് ഇതിൻ്റെ ക്ലോത്തിൻ്റെ ഒരു ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. പിന്നെ ഈ തൊട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണ ആ ഒരു ബെഡ് ഉണ്ടല്ലോ. അപ്പോൾ നോർമൽ ക്രാഡിൽസിൻ്റെ ഒക്കെ ബെഡ് നമ്മൾ കാണാറുണ്ട്, പക്ഷേ ആ ടൈപ്പ് അല്ല. ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിരുന്നേ. അതുപോലെ തന്നെ ഇതിൽ കുഞ്ഞ് 2 ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പുറത്തൂടെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലി ഇതൊരു അടിപൊളി ഐറ്റമാണ്. ഇത് മാത്രമല്ല, അവരുടെ പേജിൽ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ബെഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കൂ. നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ പേജ് നിങ്ങൾ കയറി നോക്കുക. മിൽക്കി മോംസ് ലവ് എന്നാണ് പേജിൻ്റെ പേര്. പേജിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്പർ ഇവിടെ കൊടുത്തേക്കാമേ. തൊട്ടിലങ്ങോട്ട് കെട്ടിയപ്പോഴത്തേക്ക് തുമ്പിമോൾ അതിലേക്ക് വലത്തേക്കാല് വെക്കണോ ഇടത്തേക്കാല് വെക്കണോ എന്നുള്ളൊരൊറ്റ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്ത തൊട്ടിലോള് മര്യാദയ്ക്ക് കിടന്നിട്ടേ ഇല്ല. എൻ്റെ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. കണ്ടില്ലേ, വലത്തേക്കാലോ ഇടത്തേക്കാലോ എന്ന് ആലോചിച്ചിരിക്കുക. അത് കണ്ട് ചിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. ഇവൾക്കുണ്ടല്ലോ ഭയങ്കര പേടിയായിരുന്നു. ഇവളെ തൊട്ടിലിട്ടിരുന്ന വലിയ ഓവർ ആട്ടലൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞതായിട്ടൊന്ന് ആട്ടുമ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അല്ലൂട്ടൻ അങ്ങനെ അല്ലായിരുന്നു. അല്ലൂട്ടന് തൊട്ടിൽ കിടക്കണം, തൊട്ടിലിരുന്ന് ആട്ടണം, അതിൽ തന്നെ മൂപ്പര് ഉറങ്ങും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവനെ പകലൊക്കെ ആണെങ്കിലും തൊട്ടിൽ അങ്ങോട്ട് കിടത്തി ഉറക്കി കഴിഞ്ഞാൽ മൂപ്പര് നന്നായി അതിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. പക്ഷെ തുമ്പിക്ക് കട്ടിൽ തന്നെ പറ്റുള്ളൂ, തൊട്ടിൽ തീരെ പറ്റില്ല. ഇനി ഈ മൂപ്പര് എങ്ങനെയാണെന്നുള്ളത് കിടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആക്ച്വലി ഒരു സ്പ്രിങ് ഉണ്ടല്ലോ ഈ തൊട്ടിൽ ഇങ്ങനെ ഇടുന്നത്, ആ സ്പ്രിങ് ആക്ച്വലി നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആ സ്പ്രിങ് ആക്ഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് നല്ലതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ മറ്റേ ഹുക്കില്ല, റൂമിലുണ്ട്. പക്ഷേ റൂമിലാണെങ്കിലും അത് ഫാനിനോട് അടുത്ത് ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു. അമ്മമ്മ അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളി നന്നാക്കലും പരിപാടികളിലാണ് കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ അതും പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡില്ലേ പിന്നെ നമ്മൾ ക്രാഡിൽ തൂക്കുന്നത് അത് അല്ലുട്ടൻ്റെതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ തൂക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്പ്രിങ് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു. കയറ് വെച്ചിട്ടാണ് സെറ്റാക്കി കെട്ടിയിട്ടോ. അച്ഛനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഊരാ കൊടുക്കാണ് മോളെ, ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട, അത് വിട്ടുപോകില്ല എന്നാണ് പാച്ചൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അമ്മയും പറയലുണ്ട് നിങ്ങൾ കെട്ടിയാൽ പിന്നെ ഊരാ കൊടുക്കുക ഊരി പോകാൻ പറ്റൂല എന്നിട്ടോ. അല്ലെങ്കിലും മക്കൾക്ക് തൊട്ടിൽ കെട്ടൽ എപ്പോഴും അച്ഛനാണ് കേട്ടോ. ആ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഉറപ്പാണ്. അപ്പം നമുക്ക് ആ ഒരു ധൈര്യമാണ്. അപ്പം അച്ഛൻ്റെ വകയായിരുന്നു തൊട്ടിൽ കെട്ടലുണ്ടായാലുണ്ടായത്. പിന്നെ അത് ടെസ്റ്റർ നമ്മുടെ വൈശാഖേട്ടനായിരുന്നു. അപ്പം അത് പൊട്ടി വീഴില്ലല്ലോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത് കേട്ടോ. ആക്ച്വലി അല്ലുവിനും തുമ്പിക്കും ഒക്കെ നമ്മൾ മുകളിൽ തൊട്ടിലിട്ട ഈ സ്റ്റാൻഡിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുകളിൽ ഹുക്കില്ല. ജിപ്സം വർക്ക് ചെയ്തിട്ട് അതിൽ ഹുക്ക് ഇടാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇനി ഞാൻ ഈ മണ്ടത്തര ചോദ്യങ്ങൾ തന്നെയാണോ ചോദിക്കുക എന്ന് നിങ്ങൾ എപ്പോഴും കരുതരുത്. എൻ്റെ പൊട്ടത്തരങ്ങളും സംശയങ്ങളൊക്കെ ഇവിടേക്കല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്മൾ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അതിൽ പൊട്ടത്തരാണോ അല്ലയോ എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും നാട്ടുകാരെ അറിഞ്ഞ് വിചാരിച്ചിട്ടൊന്നും പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുട്ടിയുടെ അച്ഛൻ അതാ കുട്ടീനെ എടുത്ത് വന്നിട്ടുണ്ട്. ഔപചാരികമായിട്ട് നമ്മൾ ഇത് തൊട്ടിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അച്ഛൻ്റെ ഒരു അധ്യക്ഷ പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ, കേട്ടോളൂ. സ്വാഗതം, നന്ദി പ്രസംഗം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പിന്നെ അല്ലും തുമ്പി ഇത് ആട്ടോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഒരു അങ്ങനത്തെ പരിപാടി ഒപ്പിക്കാറില്ല. പിന്നെ കുട്ടീൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് ശ്രദ്ധ ഉണ്ട് കേട്ടോ. അതായത് വലിച്ച് വാരിയിട്ട് എന്തെങ്കിലും ചെയ്യില്ല. പിന്നെയും കമ്പാരിറ്റീവ്ലി തുമ്പിയാണ് ഇടയ്ക്ക് വന്നിട്ടൊരു സ്നേഹപ്രകടനവും ഉമ്മ കൊടുക്കലൊക്കെ ഉണ്ടാവല്. അപ്പോൾ അല്ലു അധികം അവൻ്റെ മേലേക്ക് വെയിറ്റ് കൊടുക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടിൽ കെട്ടൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പ്രീവിയസ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മളിത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മളിത്രയും സ്നേഹിക്കുന്നതിനും പിന്നെ എനിക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ കുറേ മനസ്സിലായത്, കുറേ പേര് നമ്മളെ തുടക്കം മുതലേ നമ്മുടെ കൂടിയ ആൾക്കാരുണ്ട്. പിന്നെ റീസെൻ്റ്ലി വന്ന് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആയിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് തീർത്ത വ്യക്തികളുണ്ട് എന്നൊക്കെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ നമ്മളിത്രയും സ്നേഹിക്കുന്നതിന്. ബൈ തൊട്ടിലേട്ടൽ കഴിഞ്ഞപ്പോൾ പലരും പല വഴിക്ക് ഇരുന്നിട്ട് ഓരോരോ കഥ പറച്ചിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ അൺബോക്സ് ചെയ്യാന്നാണ് എനിക്ക് വല്ലാത്തൊരു ഹരമാണ് ഗൈസ്. ശ്രീമതിയേച്ചി കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് എന്താണെന്ന് തുറന്നു നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ? അതായത് കുട്ടികൾക്ക് നല്ല പമ്പക്കാണെങ്കിൽ എന്ത് ഒരു സാധനം പൊതി കൊണ്ടുവന്നാലും തുറന്നു നോക്കുക എന്നുള്ളത് വല്ലാത്തൊരു ആക്രാന്താണ് എനിക്ക്. ആ ഡ്രസ്സും ആ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ ഫുഡ് കഴിക്കാൻ, നമ്മളല്ല ലവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പൂരിയും രാവിലത്തെ അമ്മ വേറെ പൂരി ചുട്ടു കേട്ടോ. അമ്മ അങ്ങനെ പൂരി ചുട്ട് വെക്കില്ല. അപ്പം അങ്ങനെ ചൂടോടെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. ഇത്ര ആശയമല്ലേ ഞാൻ പറയുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും ഇടയ്ക്ക് നടക്കും. എനിക്ക് ആ ഞൊണ്ടലുണ്ട്. ആ പ്രഗ്നൻസി ഗേറ്റ് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. അതിനെങ്ങനെയാണ് പറയുക, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നടക്കണ പോലെ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വയറും ഉന്തി പിടിച്ചുകൊണ്ട് നടക്കും. എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ കേട്ടോ. നോക്കിയേ, ഞാൻ ഡയറക്റ്റ് നേരെയല്ല നിൽക്കുന്നത്. ആ പോസ്റ്റർ തന്നെ മാറി ബാക്ക് ഇങ്ങനെ മുന്നോട്ട് ഉന്തിയും കൊണ്ട് വയറൊക്കെ ഉന്തി പിടിച്ചുകൊണ്ടാണ് നടക്കുക. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരും, അയ്യോ ഞാൻ ഗർഭിണി അല്ലല്ലോ എന്ന്. അപ്പം ഞാനൊന്ന് നൂർന്ന് നിൽക്കും. അപ്പോഴാണ് എനിക്ക് വയറൊക്കെ കുറച്ച് മീൻസ് പ്രസവത്തിന് ശേഷം ഇച്ചിരിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നാറ് കേട്ടോ. ഇനി എത്രയോ വയറൊക്കെ പോകാണ്ട്. ഇതാ നമ്മുടെ ഈച്ച ഷീറ്റ് കണ്ടോ, ഈച്ച നിറഞ്ഞിരിക്കുകയാണ്. ഈച്ച ഷീറ്റ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയോ കമൻറ്റും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഈച്ച കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓനെ പോയി നോക്കണ്ടേനെ. പിന്നെ എണീറ്റപ്പം അങ്ങോട്ട് എടുത്തു കേട്ടോ. കൂട്ടാതെ പോവാനുള്ള ഞാൻ ഉറങ്ങിയ പോലെ കിടന്നേക്കാം. ഉറങ്ങാൻ സമ്മതിക്കില്ലേ? വിളിക്കുമ്പോല്ലേ അമ്മമ്മ വിളിക്കുമ്പോ നല്ലോണം അറിയുന്നുണ്ടോ? പോയിട്ട് മൂത്ര കഴിച്ചു കൊടുക്കേ. വന്നോ ഈ കുളിപ്പിക്കുന്ന സാധനം? വെച്ചോക്കൂലേ? മൂത്ര വെച്ച് നോക്കണേട്ടോ. ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം ഈ സാധനവും എല്ലാം നൈസായിട്ട് സ്കിപ്പാവാൻ നോക്കിയതാണ്. ഞാനും ഒന്ന് പോയി വരാം എന്നുള്ള മട്ടിൽ. പക്ഷേ ഞങ്ങൾ വിടില്ല. ഞാൻ വല്ലപ്പോഴാണ് ഈ സാധനം അങ്ങോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പശമേലോട്ട് വരണം. പിന്നെ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കേണ്ട കേട്ടോ. അല്ലേ ഓള് പോയാനെ. അങ്ങനെ വൈശാട്ടിനെ അവിടെ കൊണ്ടാക്കി ഓരോക്കെ ഇറങ്ങിയപ്പോൾ മറ്റേ സാധനത്തിനെ പിന്നെ ഇതിലേക്ക് തന്നെ പിടിച്ചിട്ടിട്ടോ. ഓളാർന്ന് ടാറ്റ ബായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിടിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നോളും. പാവാണ്, ഞങ്ങൾ കുട്ടിയാണ്. അങ്ങനെ ഇങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്.
അച്ഛനെ അമ്മേനെ ആടെ ആക്കി ഇതാ ഈ സാധനത്തിനെയും തിരിച്ചെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോയിലെങ്കിലും കാണിച്ചു തരുന്നത് കേട്ടോ. വീട്ടിലെത്തി ഇതാ എല്ലാവരും പാടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഉപ്പേരി, പപ്പടം, കറി, ചോറ്, അച്ചാർ എന്തൊക്കെയൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനി എന്ത് ഐറ്റംസ് ഇല്ലാലും നമ്മൾ തിന്നും ഉള്ള പിന്നെ ഇന്ന് തൊട്ടിൽ കെട്ടലായതുകൊണ്ട് അമ്മ ഒരു ഇച്ചിരി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇച്ചിരി പായസമാണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം നമ്മൾ ചായക്ക് കൊണ്ടുവച്ച പാലെങ്ങാനും ഉണ്ടായിരുന്നു. പിന്നെ മുന്നേ ഉണ്ടായിരുന്ന മറ്റേ സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു പായസം അങ്ങോട്ട് ഉണ്ടാക്കിയത് അത്ര തന്നെ. പിന്നെ നമ്മളെല്ലാവരും പാടതാ കട്ടിലിങ്ങനെ നിരന്ന് കിടന്നു. ആയിഷ് ഇനി തിരിച്ച് വീട്ടിൽ പോയാൽ എങ്ങനെ കിടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിൽ നമ്മളെല്ലാം കൂടെ എങ്ങനെ കിടക്കുന്നു. ഇപ്പം അമ്മമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഓരോ വയ്യാലും അങ്ങോട്ട് ഓടുന്നത്. ഇനി പാടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാടെ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ നല്ല ടാസ്ക് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ കിടന്നുള്ളേ പറ്റും. പിന്നെ ഞങ്ങളിതാ കിടന്ന് കുറേ കഥയും പറഞ്ഞാൽ അങ്ങനെ കിടന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികം ഫോണിൽ കുത്താറില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിട്ട് കുത്താറേ ഉള്ളൂ. അല്ല പിന്നെ ഇതാ എത്ര പിന്നെ അപ്പമൊക്കെ ആണല്ലേ. എനിക്ക് വയ്യ എൻ്റെ ശിവനെ. പിന്നെ ഇനി ഞാൻ പിന്നെ പറയില്ല. അല്ല പിന്നെ ഓക്കെ. അശ്വിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈശാഖേട്ടനും അല്ലൂസും പോവാണ്. വൈശാഖേട്ടൻ ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും പോലെ അല്ലൂസും വന്നോളും. ഈ സൈക്കിൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മനുഷ്യൻ തിരിയാനും പറയാൻ ഏടെ നോക്കിയാലും സൈക്കിൾ എന്നെ കാണാറുള്ളൂ. അതാണ് ഇപ്പോൾ വൈശാഖേട്ടൻ പറയുന്നത്. അപ്പോൾ വീണ്ടും വന്നല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ മല്ലയ്യ, വേണ്ടാന്ന് വെച്ചാൽ നാവിൽ അങ്ങോട്ട് അറ്റത്ത് വന്നിരിക്കുകയാണ് അപ്പവും പിന്നെ നമ്മൾ എന്ത് ചെയ്യും. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു നാളെ അങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് തല പൊക്കി നോക്കിയിട്ട് ജീവനുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ കുട്ടിയും. അങ്ങനെ അവർ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.